അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കെ സമ്പദ് വ്യവസ്ഥയെ ഉണർത്താൻ ഉതകുന്ന പരിപാടി ഉണ്ടാകുമോ എന്നതാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യങ്ങൾ അത്ര നല്ല നിലയിലല്ല എന്നത് ഏതാണ്ട് എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നുണ്ട്. അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ സാമ്പത്തിക ആസൂത്രകരെയും വിദഗ്ധരെയും ബിസിനസ് സമൂഹത്തെയും ആശങ്കയിലുമാഴ്ത്തുന്നുണ്ട്. അതിലൊന്ന് രാജ്യം മാന്ദ്യത്തിലേക്ക് വഴുതി വീണു എന്നത് തന്നെയാണ്. വളർച്ചാ മുരടിപ്പാണ് മറ്റൊരു പ്രധാന പ്രശ്നം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടത് ഈ വർഷം രാജ്യം 7.3% സാമ്പത്തിക വളർച്ച നേടുമെന്നാണ്. ഫലം നേർ വിപരീതവുമാണ്. രണ്ടാം പാദത്തിൽ GDP വളർച്ച 5.4% മാത്രമാണ്. പ്രതീക്ഷ വളർച്ച ഏകദേശം 7%. RBI അടക്കമുള്ള ഏജൻസികൾ നേരത്തെ പ്രവചിച്ചിരുന്നത് 7% വളർച്ച തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 7 പാദങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വളർച്ചയാണ് രണ്ടാം ത്രൈമാസത്തിൽ ഉണ്ടായത്. ആദ്യ പാദത്തിലെ 6.7%വുമായും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 8%വുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വലിയ ഇടിവ് തന്നെയാണ്. ഈ കാലയളവിലെ വ്യവസായിക വളർച്ച കഴിഞ്ഞ വർഷത്തെ 14.3%ൽ നിന്ന് 3.9%മായി താഴുകയായിരുന്നു. രാജ്യത്തെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ ഇന്ത്യൻ രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. നടപ്പ് വർഷത്തെ GDP വളർച്ച 6.5%മായി ഇടിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല റിസർവ് ബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ, നിരക്ക് യുദ്ധങ്ങൾ, ട്രംപിന്റെ അപ്രവചനീയ നയങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ 6.5% സാധ്യത എന്നും ഇതേ ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷം 6.5% വളർച്ച എന്നത് തന്നെ വലിയ വെല്ലുവിളിയാകുമെന്നാണ് പറയപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിലൂടെ മതിയായ സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. യഥാർത്ഥത്തിൽ 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദുരന്ത ബാധിതർക്കായി വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും അവശ്യ അടിസ്ഥാന സൗകര്യങ്ങളും അടക്കമുള്ള ടൗൺഷിപ്പുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിർമ്മാണത്തിന് ഈ പാക്കേജ് അത്യാവശ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയാണ്. തുറമുഖത്തേക്കുള്ള റെയിൽപാത, തുറമുഖാധിഷ്ഠിത വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, സീ ഫുഡ് പാർക്ക്, ലോജിസ്റ്റിക് ആൻഡ് ഫിഷ് ലാൻഡിംഗ് സെന്റർ തുടങ്ങിയ പദ്ധതികളിലൂടെ മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം രാജ്യത്ത് ഉതവാകുള്ളൂ. ഇതിന് സർക്കാർ മേഖലയിൽ വലിയ നിക്ഷേപം അത്യാവശ്യമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകാൻ ഉതകുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സാമ്പത്തിക സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PPE മാതൃകയിൽ വികസിപ്പിക്കുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ആകെ വേണ്ടി വരുന്ന 8867 കോടി 5554 കോടി രൂപയും മുടക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇതിനായി ധനകാര്യ മന്ത്രാലയം 817.80 കോടി രൂപ VGF അനുവദിച്ചിരുന്നു. എന്നാൽ കേരള സർക്കാർ നെറ്റ് പ്രസന്റ് വാല്യൂ പ്രകാരം തുക തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയാണ് കേന്ദ്ര മന്ത്രാലയം വെച്ചിട്ടുള്ളത്. എന്തായാലും എയിംസ് അടക്കമുള്ള ഓരോ വിഷയത്തിലും കേരളത്തിന്റെ അവകാശം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവയിൽ കാര്യമായ പരിഗണന നൽകാൻ കേന്ദ്ര ധനമന്ത്രി തയ്യാറാകുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്.